മുനമ്പത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ പോകുന്നു. പക്ഷേ സമരസമിതി സമരവുമായി മുന്നോട്ടു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും എന്നാണ് അവർ പറയുന്നത്. ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത് ഇനിയും സമയം നീണ്ടുപോകാൻ ഇടയാക്കും. വേഗത്തിൽ പ്രശ്ന പരിഹാരമാണ് ആവശ്യമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. അവർ അവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ്. ഇപ്പുറത്ത് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അവിടെ മുനമ്പത്ത് പന്തം കൊളുത്തി പ്രകടനമാണ് സമരസമിതി ഇപ്പോൾ നടത്തുന്നത്. സർക്കാരിന്റെ ഈ നിർദ്ദേശത്തോട് അവർ വഴങ്ങാൻ തയ്യാറല്ല. ഇന്നുണ്ടായ ഉന്നതതല യോഗത്തിലെ തീരുമാനം അത് നിരാശാജനകം എന്നാണ് സമരസമിതിയുടെ ആദ്യ പ്രതികരണം തന്നെ. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആരെയും കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. നിയമപരമായ അവകാശം സംരക്ഷിക്കും. പക്ഷേ സമരസമിതി ഇതിലൊന്നും തൃപ്തരല്ല. സർക്കാരിന്റെ തീരുമാനങ്ങളിൽ തൃപ്തരല്ല. നിരാശാജനകമാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്നതാണ് സമരസമിതിയുടെ പ്രതികരണം. ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടക്കുകയാണ് അവിടെ. ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ സമരസമിതിക്കൊപ്പം കെവിൻ കെന്നഡി ചേരുകയാണ്. കെവിൻ, സർക്കാർ നിർദ്ദേശങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുക തന്നെയാണ് മുനമ്പം സമരസമിതി. ഈ ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള തീരുമാനം വീണ്ടും സമയം നീട്ടിക്കൊണ്ടു പോകലാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നും ഉയരുന്ന പ്രതികരണങ്ങൾ? വീണ്ടും ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവര് സമാനമാണ് എന്നാണ് ഇപ്പോൾ സമരസമിതി അംഗങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത് ഇനിയും സമയം കൊണ്ടുപോകാൻ ഇടയാക്കും. വേഗത്തിൽ പരിഹാരം കാണുകയാണ് ഇതിന് വേണ്ടത്. സമരം അവസാനിപ്പിക്കില്ല. സമരം ഇന്ന് 40 ദിവസമായിരുന്നു. ഇനി സമരം മുൻപോട്ട് തുടരും. ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളുമായാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഇപ്പോൾ സമരപന്തലിൽ നിന്നും പന്തം കൊളുത്തി പ്രതിഷേധമായി മുനമ്പം ചേറായി റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സമരാനുകൂലികൾ. സർക്കാരിനെതിരെയും വോട്ടിനെതിരെയുമുള്ള കൃത്യമായുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ശാശ്വത പരിഹാരം, സ്വന്തം മണ്ണിൽ താമസിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. അതായത് രേഖകൾ പരിശോധിക്കേണ്ട കാര്യമില്ല, തങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല. അത് നിരാശാജനകമാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. അതായത് ഇനിയൊരു അന്വേഷണ കമ്മീഷനെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു തീരുമാനത്തിന്, അതായത് അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട മക്കൾക്കും മറ്റും പഠിക്കുന്നതിനും മറ്റുള്ള റവന്യൂ ഇടപാടുകൾ തീർത്തിട്ട് വേണം, ഫീസ് അടയ്ക്കാനും മറ്റു റവന്യൂ ഇടപാടുകൾ തീർത്തിട്ട് വേണം, കരം തീർത്തും മറ്റും വേണം ഭൂമി പണയം വെച്ച് ലോൺ എടുക്കാൻ. അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സമരാനുകൂലികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ അക്ഷയ് കെവിൻ, നമുക്ക് അവിടെ നിന്നും ആളുകളുടെ പ്രതികരണം തേടാമെന്ന് തോന്നുന്നു അല്ലേ? പ്രതികരണങ്ങളിലേക്ക് എത്താം. ഏതായാലും അവിടെ പന്തം കൊളുത്തി പ്രകടനമാണ് നടക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് ഒരു തരത്തിലും അവർ യോജിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് പോകാം വളരെ വേഗം. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഈ ഭൂമി ഫറൂഖ് കോളേജിൽ നിന്നും
പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് 35 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് ഞങ്ങളുടെ ആധാരങ്ങൾ പരിശോധിക്കുമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെയല്ലേ ഇത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഇവിടെ നീതി ലഭിക്കുന്നുണ്ടോ? ഞങ്ങൾ സാധാരണക്കാരായ വ്യക്തികൾ ഞങ്ങളെ ഇനിയും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് നീണ്ടുപോകുന്നൊരു സമയമാണല്ലോ വരുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ 3 വർഷമായിട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ച നിലയിലാണ്. അതുകൊണ്ട് അടിയന്തിരമായിട്ടുള്ള ശാശ്വതമായ പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വഖഫ് അസറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രോപ്പർട്ടിയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുക എന്ന നിർദ്ദേശം ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നാണ് മുനമ്പം സമരസമിതി പറയുന്നത്. ഫറൂഖ് കോളേജിൽ നിന്നും അവർ ആ മാനേജ്മെന്റിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അത്. 10-30 കൊല്ലമായി ആ ഭൂമി വാങ്ങിയവരുണ്ട്. അവർക്ക് അവിടെ നിന്നും ഒഴിയാനാകില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കെബിൻ കെന്നഡി തുടരുന്നുണ്ട്. കെബിൻ, ഒരു പന്തം കൊളുത്തി പ്രകടനത്തിലേക്ക് തന്നെ അവർ നീങ്ങുന്നു. അതും ഒരു വശത്ത് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇപ്പുറത്ത് മുനമ്പത്ത് ആ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനമാണിപ്പോൾ നടക്കുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് കെബിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആളുകൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് കെബിൻ? അതായത് ഉന്നതതല യോഗം ചേർന്ന മന്ത്രിമാർ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് ശേഷം തന്നെ ഉടൻ തന്നെ സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോട് തന്നെ സമരാനുകൂലികൾ പന്തം കൊളുത്തി പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. സർക്കാർ ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇനിയും സമയം താമസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഇനി നടക്കില്ല. രേഖകളൊന്നും തന്നെ പരിശോധിക്കാനില്ല. ഇവർക്കുള്ള റവന്യൂ അവകാശങ്ങൾ എല്ലാം തന്നെ സംരക്ഷിക്കണം. അവർക്ക് ഇനിയും കുടുംബത്തിനുള്ളവർക്ക് അതുപോലെ തന്നെ മക്കൾക്ക് പഠനാവശ്യത്തിന് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രയിൽ നിന്ന് ഉടനടി പരിഹാരം കൊണ്ടുണ്ടോ? കെബിൻ, മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച ചെയ്യും എന്നാണ് മന്ത്രി പി രാജീവ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള അവരുടെ പ്രതികരണം നമുക്ക് അവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. കെബിൻ, തീർച്ചയായും മുഖ്യമന്ത്രി ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് മുഖ്യമന്ത്രി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ ചർച്ച ചെയ്യണമല്ല. ഞങ്ങളല്ല സമരക്കാരി, ഞങ്ങളുടെ ചർച്ച ചെയ്യണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ നിന്ന് പോയ പ്രതിനിധികളെല്ലാം തന്നെ ഇവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടയിലും കൂടുതൽ കാര്യങ്ങൾ സമര അനുകൂല മുൻപന്തിയിൽ നിൽക്കുന്നവരുമായുള്ള സമരത്തിൻ്റെ ഭാഗമായി ഇവിടുന്ന് പോയി അവിടെ ചർച്ചയ്ക്ക് ശേഷം ഉള്ള ആൾക്കാർ, അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള വ്യക്തികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മുനമ്പം തീരത്തേക്ക് പന്തം കൊളുത്തി പ്രതിഷേധം എത്തിച്ചേർന്നിരിക്കുന്നു.
അവസാനിച്ചിരിക്കുകയാണ് ലക്ഷ്മി പത്മ. സമരവുമായി കടുത്ത സമരവുമായി ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സമരപന്തലുള്ളവർ അറിയിക്കുന്നത്. അവസാനമായി അവർ പന്തം കൊളുത്തിപ്പെടുത്തിയതിനു ശേഷം തീരദേശത്ത് അവർ അവസാനമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. സർക്കാരിനെതിരെയാണ് ഇതിന് പട്ടിണി കിടന്ന് നേടിയ ഭൂമിയാണ്, അതേപോലെ തന്നെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് വരെ ഈ സമരം തുടരും. എന്തു വന്നാലും സർക്കാരിൻ്റെ ഈ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത്തരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിനെതിരെ മുഴക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ കമ്മീഷനെ ഒരു കാരണവശാലും എന്തായാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചർച്ച നടത്തണം എന്ന് തന്നെയാണ്, മുഖ്യമന്ത്രി ചർച്ച നടത്തേണ്ടത് അനിവാര്യമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ സമരാനുകൂലികൾ, സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെ നമ്മളോട് പറയുന്നത്. ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. അല്ലാതെ ഇനിയും അന്വേഷണ കമ്മീഷനെ വെച്ച് മുന്നോട്ട് ഇത്തരമൊരു സാഹചര്യം മുന്നോട്ട് വലിച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇനിയും ഈ പ്രതിഷേധത്തിന് ശേഷം സമരക്കാരുടെ കയ്യിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മുനമ്പം സമരസമിതി വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത്. ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങളോട് അവർക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. ഇനി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നതിനോട് യോജിപ്പില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സമരസമിതി പന്തം കൊളുത്തി പ്രകടനവുമായി മുന്നോട്ടു പോകുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ തീർച്ചയായും അവിടെ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ മുറയ്ക്ക് അതിലേക്ക് എത്തിച്ചേരാം. കെബിൻ കെന്നഡിയാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.